നമ്മെ സൃഷ്ടിച്ചവനായ നമ്മുടെ കർത്താവ് സ്തുതിക്ക് യോഗ്യനാണ്. നമ്മെ വഴി നടത്തുന്നവനാണ്. അപ്പോൾ നാം ആ കർത്താവിനെ സ്തുതിക്കുക എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ, ദൈവത്തെ മഹത്വപ്പെടുത്തുക എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ഒഴിച്ചുകൂടാൻ കഴിയാത്ത ഒരു കാര്യമായി തീരണം. നമ്മെ സൃഷ്ടിച്ചത്, നമ്മെ നിർമ്മിച്ചത്, നമ്മെ വഴി നടത്തുന്ന, നമ്മെ കല്ലിൽ തട്ടിപ്പോകാതെ കാത്തു പരിപാലിക്കുന്ന, കൂരിരുളിൽ അകപ്പെട്ടു പോയാലും അവിടെ നിന്നെല്ലാം കരം പിടിച്ചുയർത്തുന്ന, ശത്രുവിൻ്റെ മുമ്പിൽ തന്നെ നമുക്ക് മേശയൊരുക്കുന്നതായ കർത്താവിനെ നാം എത്ര തന്നെ സ്തുതിച്ചാലും, എത്ര തന്നെ ആരാധിച്ചാലും, എത്ര തന്നെ മഹത്വപ്പെടുത്തിയാലും മതിയാകത്തില്ല. കർത്താവ് നമ്മെ ഓരോ ദിവസവും വഴി നടത്തുന്നത് എപ്രകാരമാണെന്ന്, ഈ ലോകത്ത് ശ്വാസം നിന്നു പോയാൽ നാം പിന്നെ ഒന്നുമല്ല. നമ്മുടെ ജീവൻ നമുക്ക് നൽകിയിരിക്കുന്ന, നമ്മുടെ ശരീരത്തിൽ ശ്വാസത്തെ നൽകി നിലനിർത്തിയിരിക്കുന്ന കർത്താവിനെ നാം എത്രത്തോളം മഹത്വപ്പെടുത്തണം. കർത്താവ് നമുക്ക് ആ ജീവൻ നൽകിയിരിക്കുമ്പോൾ നാം കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുന്ന മക്കളായി മാറണം. നാം കർത്താവിന് വേണ്ടി ഓടുന്ന, കർത്താവിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്ന വ്യക്തി ജീവിതങ്ങളായിരിക്കണം. അതുമാത്രവുമല്ല, എപ്പോഴും നാം കർത്താവിനെ ആരാധിച്ച് മഹത്വപ്പെടുത്തുന്ന വ്യക്തി ജീവിതങ്ങളാണ്. നമ്മുടെ ജീവിതത്തിൽ കർത്താവിനെ ആരാധിക്കുന്നതിൽ നമുക്ക് യാതൊരു മടിയും ഉണ്ടാകാൻ പാടില്ല. കർത്താവ് ഇഷ്ടപ്പെടുന്ന രീതിയിൽ നാം എത്രത്തോളം നമുക്ക് ദൈവസന്നിധിയിൽ താഴ്ന്നിരുന്ന് ആരാധിക്കുവാൻ കഴിയുമോ അത്രത്തോളം ദൈവത്തെ മഹത്വീകരിക്കുവാൻ, മഹത്വപ്പെടുത്തുവാൻ നാം ഇടയായിത്തീരണം. നമുക്ക് കിട്ടുന്ന സമയം മാത്രമല്ല, നാം കണ്ടെത്തണം കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ നാം സമയം കണ്ടെത്തുന്ന വ്യക്തി ജീവിതങ്ങളായിരിക്കണം. നമ്മുടെ ജീവിതത്തിൽ പല പല പ്രശ്നങ്ങൾ കടന്നു വരും, പ്രതികൂലങ്ങൾ കടന്നു വരും. എന്നാലും ആ പ്രശ്നങ്ങളെ നോക്കി ബൈ പറഞ്ഞിട്ട് കർത്താവിനെ ആരാധിക്കുന്ന വ്യക്തികളായി, കർത്താവിനെ മഹത്വപ്പെടുത്തുന്ന വ്യക്തികളായി നാം മാറണം. കർത്താവിനെ ആരാധിക്കുന്നതിൽ ഒരു മടിയും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. ദൈവത്തെ എത്രത്തോളം നമുക്ക് ആരാധിക്കുവാൻ കഴിയുമോ അതാണ് ദൈവത്തിന് ഇഷ്ടമുള്ള കാര്യം. ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന, ദൈവത്തെ സ്തുതിക്കുന്ന, ദൈവത്തെ ആരാധിക്കുന്ന പൈതങ്ങളായി നാം ഓരോരുത്തരും മാറണം. അതിനായി ദൈവത്തെ അറിയാത്ത വ്യക്തികളോട് നാം സുവിശേഷം പറയുവാൻ ദാഹിക്കുന്ന വ്യക്തികളായിരിക്കണം. നാം മറ്റുള്ളവരെ ദൈവഭാഗത്ത് എങ്ങനെ കൊണ്ടുവരുവാൻ കഴിയുമോ ആ രീതിയിലെല്ലാം ദൈവസന്നിധിയിൽ കൊണ്ടെത്തിക്കുവാനായിട്ട് ഓടുന്ന വ്യക്തികളായിരിക്കണം. നമ്മുടെ കാലുകൾക്ക് ദൈവം ആരോഗ്യം തന്നിരിക്കുമ്പോൾ ദൈവത്തിന് വേണ്ടി ഓടുവാൻ, ദൈവത്തിന് വേണ്ടി യാത്ര ചെയ്യുവാൻ നാം ആഗ്രഹിക്കണം. ദൈവത്തിൻ്റെ സന്നിധിയിൽ എത്രത്തോളം നിൽക്കുവാൻ കഴിയുമോ അത്രത്തോളം നിൽക്കുവാൻ നാം ആഗ്രഹിക്കണം. നമ്മുടെ ജീവിതത്തിൽ ആരോഗ്യമുള്ളപ്പോൾ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ, ദൈവത്തിന് വേണ്ടി നാം നമ്മുടെ സമയത്തെ കണ്ടെത്തി, ദൈവം ആഗ്രഹിക്കുന്നത് എന്താണ്? മറ്റുള്ളവരെ, പാപത്തിൽ ആഴ്ന്നിരിക്കുന്നവരെ, പ്രശ്നത്തിൽ ആഴ്ന്നിരിക്കുന്നവരെ എല്ലാം ദൈവസന്നിധിയിൽ കൊണ്ടുവന്ന് ദൈവത്തെ പരിചയപ്പെടുത്തി അവരും ദൈവത്തെ ആരാധിക്കുന്ന വ്യക്തി ജീവിതങ്ങളായി മാറുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടി നാം ദൈവമക്കളെന്ന് പറയുന്ന നാം അതിനായി ഇറങ്ങിത്തിരിക്കുകയാണെങ്കിൽ ദൈവസന്നിധിയിൽ ഈ ലോകത്തുള്ള എല്ലാ വ്യക്തി ജീവിതങ്ങളെയും നമുക്ക് കൊണ്ടുവരുവാൻ സാധിക്കും. ദൈവമക്കളായിരിക്കുന്ന സകലരും അതിനായി പരിശ്രമിച്ചാൽ ഈ ലോകത്തുള്ള അന്ധകാരത്തെ നമുക്ക് ബൈ പറയിപ്പിക്കാൻ നമുക്ക് സാധിക്കും. നാം അതിനായി മുൻകൈയെടുത്ത് നാം ഓരോ വ്യക്തികളോടും ഏതൊക്കെ രീതിയിൽ അവരോട് ഇടപെട്ടാൽ അവരെ ദൈവഭാഗത്ത് കൊണ്ടുവരുവാൻ സാധിക്കുമോ ആ രീതിയിലൊക്കെ അവരോട് ഇടപെട്ട് അവരോട് സ്നേഹത്തോടെ, അവരോട് ദൈവം നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾ, ദൈവം നമുക്ക് നൽകിയ നന്മകൾ, ദൈവം നമ്മെ സ്നേഹിച്ച വിധങ്ങൾ ഒക്കെ നമുക്ക് പറഞ്ഞു കൊടുത്ത്
നമ്മൾ അനുഭവിച്ച പ്രശ്നങ്ങളിൽ നിന്നെല്ലാം ദൈവം നമ്മെ വിടുവിച്ച ഓരോ സാക്ഷ്യങ്ങളെ അവർക്ക് നാം പറഞ്ഞു കൊടുത്ത് പകർന്നു കൊടുത്ത് അവരെ ദൈവത്തെ മനസ്സിലാക്കി കൊടുത്ത് ദൈവസന്നിധിയിൽ അവരെ അടുപ്പിക്കുകയാണെങ്കിൽ തീർച്ചയായും ദൈവം നമ്മെ അനുഗ്രഹിക്കുവാനിടയായിത്തീരും. ദൈവസന്നിധിയിലേക്ക് ഓരോ വ്യക്തികളെയും നാം നേടുന്നതിനനുസരിച്ച് ദൈവം നമ്മെ അനുഗ്രഹിക്കുവാൻ, നമ്മെ വർദ്ധിപ്പിക്കുവാൻ ഒക്കെ ഇടയായിത്തീരും. അതിനായി ദൈവം ഓരോ വ്യക്തി ജീവിതങ്ങളെയും ഒരുക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതിനായി തനിക്ക് കിട്ടുന്ന അതിനായി സമയം കണ്ടെത്തി ഒരു ദിവസത്തിൽ 2 പേരോടെങ്കിലും സുവിശേഷം പറയുന്ന രീതിയിൽ നാം സമയം കണ്ടെത്തി നാം മറ്റുള്ളവരെ കാണുമ്പോൾ അവരെ പരിചയപ്പെട്ട് അവരോട് യേശുവിനെ പകർന്നു കൊടുക്കുവാൻ, അവരോട് ദൈവത്തെ പകർന്നു കൊടുക്കുവാൻ നാം ശ്രമിക്കുകയാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് എല്ലാവർക്കും ദൈവമക്കളായ നമുക്ക് ഒരുമിച്ച് ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെട്ട് അനേകം വ്യക്തികളെ ചേറ്റിൽ നിന്നും വലിച്ചെടുത്ത് ദൈവ സ്നേഹത്തെ അവർക്ക് പകർന്നു കൊടുത്ത് ദൈവത്തെ ആരാധിക്കുന്ന മക്കളാക്കി അവരെ മാറ്റി ദൈവം അവരുടെ ജീവിതത്തിലും അനേകം നന്മകളും അനുഗ്രഹങ്ങളും കൊടുത്ത് അവരെ മാനിക്കുന്നത് നമുക്ക് കാണുവാനായിട്ടുള്ള കൃപ പകരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവം അതിനായി ഓരോരുത്തരെയും ഒരുക്കട്ടെ, ഓരോരുത്തരുടെയും ഉള്ളത്തെ സ്പർശിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ആമേൻ.